Hi all, welcome to Competitive Cracker. എൻ്റെ പേര് ദിവ്യ കെ ജോസ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ഫോറസ്റ്റ് ഡ്രൈവറുടെ നോട്ടിഫിക്കേഷൻ ഉടനെ ഉണ്ടെന്നുള്ള കാര്യം അല്ലേ, PSCയുടെ തീരുമാനപ്രകാരം. അപ്പോൾ പലർക്കും ഡൗട്ട് ഉണ്ട് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും, ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എന്നൊക്കെയുള്ള ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ അതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നോക്കുക, അതിനു മുമ്പ് ഫോറസ്റ്റ് ഡ്രൈവറുടെ വിജ്ഞാപനം ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഉടനെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഉൾപ്പെടെയുള്ള സ്പെഷ്യൽ മെൻറ്റർഷിപ്പോട് കൂടിയുള്ള ബാച്ചാണ്. അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്ത് പഠിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഒരു ഗൂഗിൾ ഫോം പിൻ ചെയ്തിട്ട് ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ അതിലൊന്ന് നിങ്ങളൊന്ന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഫോറസ്റ്റ് ഡ്രൈവർ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് നോക്കാനായിട്ട് പോകുന്നത്. ഇത് 2023 വന്നിട്ടുള്ള ഒരു NCAയുടെ നോട്ടിഫിക്കേഷനാണ്. OBC NCAയുടെ നോട്ടിഫിക്കേഷനാണ് ഫോറസ്റ്റ് ഡ്രൈവറിന്റെ. അത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നോക്കുക, ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾക്കറിയാം, കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ആണ്. നെയിം ഓഫ് ദി പോസ്റ്റ് എന്ന് പറയുന്നത് ഫോറസ്റ്റ് ഡ്രൈവർ ആണ്. ഇനി സ്കെയിൽ ഓഫ് പേ തന്നിരിക്കുന്നത് 26,500 to 60,700 ആണ്. ഇനി ഇത് നമ്പർ ഓഫ് വേക്കൻസീസ് നമുക്കറിയാം. ഇനി വരാൻ പോകുന്ന ഫോറസ്റ്റ് ഡ്രൈവറിന്റെ എക്സാം എന്ന് പറയുന്നത് ജനറൽ ആണ് അല്ലേ, ജനറൽ റിക്രൂട്ട്മെന്റ് ആണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും വേക്കൻസീസ് പറയുന്നത്. ഇനി ഡിസ്ട്രിക്ട് വൈസ് തന്നെയാണ് അവിടെയും എക്സാം നടക്കുന്നത്. അത് ജനറൽ റിക്രൂട്ട്മെന്റ് തലമാണെന്നും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. ഇനി മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ആപ്ലിക്കേഷൻ സ്വീകരിച്ച് അതിനെ ബേസ് ചെയ്തിട്ടുള്ള എക്സാം എഴുതിയവരിൽ നിന്നാണ് ഈ ഒരു നിയമനം നടക്കുന്നത്. ഇനി ഏജ് ലിമിറ്റ് നോക്കുക, 23 to 39. ഇത് OBC NCAയുടെ നോട്ടിഫിക്കേഷൻ ആയതുകൊണ്ടാണ് ഇവിടെ 39 കിടക്കുന്നത്. അപ്പൊ നോർമൽ ജനറൽ കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 23 to 36 ആണ്. നമ്മൾ നോർമൽ PSC എക്സാമിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 തൊട്ടാണ്. പക്ഷെ ഇവിടെ വ്യത്യാസമുണ്ട് അല്ലെ, 23 to 36 ആണ്. അതെന്തുകൊണ്ടാണ്? അവിടെ ലൈസൻസ് വേണം, അതുപോലെ തന്നെ ലൈസൻസ് കിട്ടിയതിന് ശേഷം ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഒക്കെ വേണം. അതുകൊണ്ടാണ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ജനറൽകാർക്ക് 23 to 36, ബാക്കി റിസർവേഷൻ ഉള്ളവർക്ക് 23 to 39 ആയിരിക്കും. അപ്പൊ അത് ഏതൊക്കെ ഡേറ്റിനുള്ളിൽ ഉള്ളവർക്കാണ് എന്നുള്ള കാര്യം PSCയുടെ കറക്റ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി അടുത്തത് നോക്കുന്നത് ക്വാളിഫിക്കേഷൻ ആണ്. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് SSLC തന്നെയാണ് കേട്ടോ, മാറ്റമൊന്നുമില്ല. ക്വാളിഫിക്കേഷൻ SSLC അല്ലെങ്കിൽ അതിന്റെ ഈക്വലൻസി ഉള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കണം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു SSLC ആണ് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു. അതുകൂടാതെ തന്നെ ഡ്രൈവർ ആയതുകൊണ്ട് ഏതൊക്കെ വേണം? നമുക്ക് ലൈസൻസ് വേണം. നോക്കുക, ഓൾ കാൻഡിഡേറ്റ്സ് മസ്റ്റ് ഹാവ് എ വാലിഡ് മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ് for all types of transport vehicles, LMV, HGMV ആൻഡ് HPMV എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ ലൈസൻസ് ആണ്? LMV എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ. ഇനി HGMV എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഹെവി ഗുഡ്സ് മോട്ടോർ വെഹിക്കിൾ. ദെൻ HPMV എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെവി പാസഞ്ചർ മോട്ടോർ വെഹിക്കിൾ. ഈ 3 ലൈസൻസും നിർബന്ധമാണ്. അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്തുണ്ടാവും? എക്സാം കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റും കൂടി ഉണ്ടാവും. അപ്പൊ അതും കൂടെ ക്വാളിഫൈ ചെയ്യണം. അതുകൊണ്ട് നിർബന്ധമായിട്ടും ഈ ഒരു ലൈസൻസ് ഉള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് പുരുഷന്മാർക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സ്ത്രീകൾക്കും അതുപോലെ തന്നെ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്കും ഈ ഒരു ഫോറസ്റ്റ് ഡ്രൈവർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ല. ഓക്കെ, ഇനി നോക്കുക, ഇനി അടുത്തത് ഈ ഒരു ലൈസൻസ് മാത്രം പോരാ, പിന്നെ എന്തും കൂടി ഉണ്ട്? 3 വർഷത്തെ എക്സ്പീരിയൻസും കൂടെ കാണിക്കണം. നോക്കുക, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ടു പ്രൂവ് 3 years എക്സ്പീരിയൻസ് ആസ് ഡ്രൈവർ ഷുഡ് ബി സബ്മിറ്റഡ് ഇൻ ദ ഫോം ഷോൺ ബിലോ. അതായത് ഇവിടെ ഒരു ഫോം ഉണ്ട്. ഈ ഫോം വെച്ചിട്ട് 3 വർഷത്തെ ഡ്രൈവർ എക്സ്പീരിയൻസും കൂടെ നമ്മൾ കാണിക്കണം. ഓക്കെ, അപ്ലൈ ചെയ്യുമ്പോൾ. അപ്പൊ നോക്കുക, ലൈസൻസ് വേണം, അതുപോലെ തന്നെ എന്താണ്? 3 വർഷത്തെ എക്സ്പീരിയൻസും കൂടെ വേണം. അതുകൊണ്ടാണ് ഇതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 23 ആക്കി ഉയർത്തിയിരിക്കുന്നത്.
ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പറഞ്ഞു ആദ്യം എന്തുണ്ട്, OMR ആയിട്ടുള്ള റിട്ടേൺ എക്സാം ഉണ്ടാകും. അതിനുശേഷം ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും, ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. അവർക്ക് എന്തുണ്ടാവും, ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ടാകും. ഓക്കെ, അപ്പൊ ഡ്രൈവിംഗ് ടെസ്റ്റ് മാൻഡേറ്ററി ആണ്. അതിനുശേഷം എന്താണ്, ഫിസിക്കൽ ഉണ്ടാകും. അപ്പൊ ഫിസിക്കൽ നമുക്കറിയാം അല്ലെ, നോർമൽ PSCയുടെ ഫിസിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തന്നിരിക്കുന്നതിൽ ഏതെങ്കിലും എന്താണ് 5 എണ്ണം ക്വാളിഫൈ ആകണം. നോക്കുക, ഓൾ ദി കാൻഡിഡേറ്റ്സ് മസ്റ്റ് ക്വാളിഫൈ ഇൻ എനി of the 5 events out of the 8 events specified below of the National Physical Efficiency 1-star standard unit. അപ്പോൾ ഇവിടെ 8 കാര്യങ്ങൾ തന്നിട്ടുണ്ട്. 100 meters റൺ, ഹൈ ജമ്പ് 132 സെന്റിമീറ്റർ, ലോങ് ജമ്പ് ആണെങ്കിൽ 457 സെന്റിമീറ്റർ. ഇതാണ് 1-star സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. അടുത്തത് ഷോർട്ട് പുട്ട്, അടുത്തത് ത്രോവിംഗ് ദ ക്രിക്കറ്റ് ബോൾ, പിന്നെ എന്താണ് റോപ്പ് ക്ലൈംബിംഗ്, പുള്ളപ്സ് ഓർ ചിന്നപ്സ്, പിന്നെ എന്താണ് 1500 മീറ്റർ റണ്ണ്. അപ്പം ഇത്രയുമാണ് 8 എണ്ണം. അതിലെ ഏതെങ്കിലും 5 എണ്ണം ക്വാളിഫൈ ചെയ്യണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നോക്കുക. ഇനി അടുത്തത് എന്താണ്, അടുത്തത് ഫിസിക്കൽ ഫിറ്റ്നസ് ആണ്. അപ്പോൾ ഫിസിക്കൽ ഫിറ്റ്നസ് നിർബന്ധമാണ്. അപ്പോൾ അതിൽ തന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈറ്റ് മിനിമം 168 സെന്റിമീറ്റർ ആണ്. എത്രയാണ്, 168 സെന്റിമീറ്റർ ആണ്. അതുപോലെ തന്നെ ചെസ്റ്റ് നോർമൽ മിനിമം 81 സെന്റിമീറ്റർ, എക്സ്പാൻഷൻ എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ ആയിരിക്കണം. ഓക്കെ, ഇതിൽ ഹൈറ്റ് SC/ST മാത്രം ഹൈറ്റ് ഇത്തിരി ഒരു വ്യത്യാസം ഉണ്ടാകും. പക്ഷെ ചെസ്റ്റ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത് അവർക്കും ഇതേ ഒരു അളവിൽ തന്നെ ആയിരിക്കും. അപ്പൊ ഫിസിക്കൽ ഫിറ്റ്നസും നോക്കണം. അപ്പൊ ഇത്രയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമാണ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇയർ, ഐ ഇതൊക്കെ എന്തായിരിക്കണം, പ്രോപ്പർ ആയിരിക്കണം. മസിൽ ആൻഡ് ജോയിന്റ്സ്, നെർവസ് സിസ്റ്റം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിരിക്കണം ഫോറസ്റ്റ് ഡ്രൈവറിന്റെ കേസിൽ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഇത്രയുമാണ്. ഒന്നെന്താണ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് SSLC, അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് നിർബന്ധമാണ്. 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടാവണം. അതിനുശേഷം എന്തുണ്ട്, OMR എക്സാം ഉണ്ടാവും, അതുപോലെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ടാവും, ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാവും, അതുപോലെ ഫിസിക്കൽ ഫിറ്റ്നസ് നിർബന്ധമാണ്. ഇത്രയും കാര്യങ്ങൾ ഉള്ളവർ നിർബന്ധമായിട്ടും അപ്ലൈ ചെയ്യുക. നല്ല രീതിയിൽ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ അതുപോലെ തന്നെ നമുക്കറിയാം അല്ലെ, കുറെ ഡ്രൈവർ PSCയുടെ കീഴിലുള്ള കുറെ ഡ്രൈവർ എക്സാം വിളിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാ ഡ്രൈവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ ഒരു ഓഫ്ലൈൻ സെഷൻ ഡിസംബർ 29 തീയതി, അതായത് ഈ വരുന്ന സൺഡേ നോക്കുക, ഡിസംബർ 29 തീയതി നമ്മുടെ കോമ്പറ്റീറ്റീവ് ക്രാക്കറിന്റെ കാക്കനാട് ഓഫീസിൽ വെച്ച് നടത്തുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ പ്രഗത്ഭരായ ഫാരിസ് സാറും അതുപോലെ തന്നെ രാഗിൽ സാറും അതുപോലെ ഷൈജു സാറും സഞ്ജയ് സാറും എല്ലാവരും ഉണ്ട്. അതുപോലെ സ്പെഷ്യൽ ടോപ്പിക് ഉൾപ്പെടെ ആ ഒരു ക്ലാസ്സിൽ നിങ്ങളെ പഠിപ്പിക്കുന്നതായിരിക്കും. ഇപ്പൊ ഡ്രൈവേഴ്സിനെയൊക്കെ സംബന്ധിച്ച് നമുക്കറിയാം അല്ലേ, ആകെ ചിലപ്പോൾ ഫ്രീ ഒക്കെ കിട്ടുന്ന ഒരു ദിവസം എന്ന് പറയുന്നത് സൺഡേ ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവരെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഏകദിന സെമിനാർ ഓഫ്ലൈൻ ആയിട്ട് തന്നെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും വന്ന് പങ്കെടുക്കാനായിട്ട് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ഗൂഗിൾ ഫോം ഷെയർ ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് നിങ്ങൾ രജിസ്റ്റർ ചെയ്താൽ മതി. അപ്പോൾ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് ഞങ്ങൾ നിങ്ങളെ ഇൻഫോം ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമുക്ക് പറയാനായിട്ട്. അപ്പോൾ ഫോറസ്റ്റ് ഡ്രൈവർ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എല്ലാവരും തന്നെ നോട്ടിഫിക്കേഷൻ വരുമ്പം അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നല്ല രീതിയിൽ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ആവുന്നുണ്ട്. താല്പര്യമുള്ളവർ അതിൽ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ ഏകദിന സെമിനാറിൽ വരാൻ താല്പര്യമുള്ളവർ ഉറപ്പായിട്ടും വരിക. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം. താങ്ക്